കുറച്ച് വർഷങ്ങളായി രാജ്യത്തെ ഏറ്റവും മികച്ച ആഭ്യന്തര സംഘങ്ങളിലൊന്നാണ് കേരളം. ഡേവ് വാട്ട്മോർ പരിശീലകനായി എത്തിയതിനു ശേഷമാണ് ടീമിന്റെ തലവര തന്നെ മാറിയത്. വാട്ട്മോർ പരിശീലകനായിരുന്ന സമയം രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനൽ വരെ എത്താനും കേരളത്തിന് കഴിഞ്ഞിരുന്നു. വാട്ട്മോർ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ആ പഴയ മികവിലേക്ക് ഉയരാൻ കേരള ടീമിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പുതിയ സീസണിലേക്ക് പുതിയ പരിശീലകനെ നിയമിക്കാനുള്ള ഒരുക്കത്തിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. പുതിയ പരിശീലകനെ അന്വേഷിച്ചുകൊണ്ട് കഴിഞ്ഞയാഴ്ച KCA അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു. ഓസ്ട്രേലിയൻ ഇതിഹാസ താരം കേരള ടീമിന്റെ പരിശീലകനാവാൻ അപേക്ഷ നൽകിയതായാണ് ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരം. കേരള ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാവാൻ 10 പേർ അപേക്ഷ സമർപ്പിച്ചതായാണ് സൂചന. ഇതിൽ പ്രധാനി ഓസ്ട്രേലിയയുടെ മുൻ പേസറായിരുന്ന ഷോൺ ടൈറ്റ് ആണ്. ഒരു കാലത്ത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ പേസ് ബോളറിൽ ഒരാളായിരുന്ന ടൈറ്റ് കളിക്കളത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പരിശീലക രംഗത്തേക്ക് തിരിയുകയായിരുന്നു. പാകിസ്ഥാൻ ദേശീയ ടീമിന്റെ ബോളിംഗ് പരിശീലകനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണാണ് കേരള ടീമിന്റെ നായകൻ. ഷോൺ ടൈറ്റ് പരിശീലകനായി എത്തിയാൽ സഞ്ജു ടൈറ്റ് കോംബോയെ അടുത്ത സീസണിൽ കേരള ക്രിക്കറ്റിൽ കാണാം. സമീപകാലത്തായി ഒട്ടേറെ പ്രമുഖ പരിശീലകർ കേരള ക്രിക്കറ്റിന്റെ കോച്ചായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1996 ഏകദിന ലോകകപ്പിൽ ശ്രീലങ്കയെ കിരീടത്തിലേക്ക് നയിച്ച ഡേവ് വാട്ട്മോർ ആണ് ഇതിലെ പ്രധാനി. 2 സീസണുകളിലാണ് അദ്ദേഹം കേരള ടീമിന്റെ പരിശീലകനായി പ്രവർത്തിച്ചത്. 2018-19 സീസൺ രഞ്ജി ട്രോഫിയിൽ കേരളത്തെ സെമി ഫൈനലിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വാട്ട്മോറിന് ശേഷം മുൻ ഇന്ത്യൻ താരം ടിനു യോഹനാൻ ടീമിന്റെ പരിശീലകനായി പ്രവർത്തിച്ചു. 2023-24 സീസണിന് മുൻപായാണ് അദ്ദേഹം പരിശീലക സ്ഥാനം ഒഴിഞ്ഞത്. ഈ സമയം മുതൽ ഇന്ത്യൻ ക്രിക്കറ്ററായ M വെങ്കട്ടരമണിയെ കേരളം പരിശീലകനായി കൊണ്ടുവന്നു. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹവും പരിശീലക സ്ഥാനം ഇപ്പോൾ ഒഴിഞ്ഞതോടെ പുതിയ പരിശീലകനെ കണ്ടെത്താൻ KCA നിർബന്ധിതരാവുകയായിരുന്നു. ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും വേഗതയേറിയ ബോളർമാരിൽ ഒരാളാണ് ഷോൺ ടൈറ്റ്. 2005-2016 കാലയളവിലാണ് അദ്ദേഹം ഓസ്ട്രേലിയയ്ക്കായി കളിച്ചിട്ടുള്ളത്. 3 ടെസ്റ്റുകളും 35 ഏകദിനങ്ങളും 21 T20 മത്സരങ്ങളും ടൈറ്റ് അന്താരാഷ്ട്ര തലത്തിൽ കളിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയ്ക്കായി മൊത്തം 95 വിക്കറ്റുകളാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. കളിക്കളത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പരിശീലന രംഗത്തേക്ക് തിരിഞ്ഞ ടൈറ്റ 2021 അഫ്ഗാനിസ്ഥാൻ ടീമിന്റെ ബോളിംഗ് ഉപദേഷ്ടാവായി നിയമിതനായിരുന്നു. 2022 1 വർഷ കരാറിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ഫാസ്റ്റ് ബോളിംഗ് പരിശീലകനായും അദ്ദേഹം പ്രവർത്തിച്ചു. വരാനിരിക്കുന്ന സീസണിനായുള്ള തയ്യാറെടുപ്പുകൾ കേരള ക്രിക്കറ്റ് ടീം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടീമിന്റെ പുതിയ ഔട്ട്സ്റ്റേഷൻ താരമായി തമിഴ്നാട് ഓൾറൗണ്ടറായ ബാബ അപരാജിത് എത്തും. കഴിഞ്ഞ സീസണിൽ കളിച്ചിരുന്ന ശ്രേയസ് ഗോപാലിന് പകരക്കാരനായിട്ടാണ് അപരാജിത്തിന്റെ വരവ്. മറ്റൊരു ഔട്ട്സ്റ്റേഷൻ താരമായി ജലജ് സക്സേനയെ തന്നെ കേരളം നിലനിർത്തും. അതേസമയം ഏകദിന T20 മത്സരങ്ങളിലേക്ക് സക്സേനയെ പരിഗണിക്കില്ലെന്നതാണ് സൂചന.